ഹായ് ഫ്രണ്ട്സ്, നെജി മോട്ടോർ വെൻഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ വീഡിയോ ഒരു സബ്മേഴ്സിബിൾ മോട്ടർ എങ്ങനെ പുതിയത് വെക്കാം എന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിൽ വൈൻഡിങ്ങിനെ സംബന്ധിക്കുന്ന വീഡിയോ ആയിരുന്നു. ബോർവെൽ സബ്മേഴ്സിബിൾ നമ്മളൊന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് 100 ഫീറ്റിൻ്റെ കേര ഫുൾ ബ്രാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഉൾപ്പെടെ ഇത് നമുക്കെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു മോട്ടർ ഇറക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫ് ലോങ് വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ മോട്ടർ നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വരൂ. നമ്മളിത് അൺബോക്സിങ് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ CB. ഇപ്പം 100 ഫീറ്റ്, ഇതിൻ്റെ 80 ഫീറ്റ്, 100 ഫീറ്റ്, 110 ഫീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കിണറിൻ്റെ ദൂരവും കിണറിൻ്റെ ആഴവും വെർട്ടിക്കലായിട്ട് പിന്നെ ടാങ്കിലേക്കുള്ള ദൂരവും വളവും തിരിവും എല്ലാം മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു മോട്ടർ സജഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാനൽ ബോർഡ്. ഈ പാനൽ ബോർഡ് ആണ് ഇതിനെ നമ്മൾ കറക്കുന്നത്. ഇത് വന്നിട്ട് കേരയുടെ മാസ്റ്റർ കേര എന്ന് പറയുന്നത് കേരയുടെ ഒറിജിനൽ ബ്രാൻഡാണ്. കേരയ്ക്ക് തന്നെ വേറെ ഒരുപാട് സീരിയലിലുള്ള മോട്ടറുകളുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് വയർ ജോയിൻ ചെയ്യാനുള്ളൊരു ടേപ്പാണ്. നമുക്കറിയാം, അത് വാട്ടർ പ്രൂഫ് ഇൻസുലേഷൻ ടേപ്പ്. അത് ഒട്ടിക്കുന്നത് കാണിക്കാം. 20 ആംസിൻ്റെ ഒരു സ്വിച്ച്, ഒരു ഓവർലോഡ്, പിന്നെ ഇതിൻ്റെ അകത്തൊരു കപ്പാസിറ്റർ കാണും പാനൽ ബോർഡിൻ്റെ അകത്ത്. അതും കൂടെ ഞാൻ തുറന്ന് കാണിക്കാം. 50 MFTയുടെ കപ്പാസിറ്റർ. ഇതാണ് ഇതിൻ്റെ പാനൽ ബോർഡ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കണക്ഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തൊരു ഓവർലോഡ്, 20 ആംപിയറിൻ്റെ സ്വിച്ച്. ഇതാണ് ഈ പാനൽ ബോർഡിൻ്റെ അകത്ത് ആകെ ഉള്ളത്. എല്ലാ മോട്ടറിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉള്ളത്. പിന്നീട് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഉള്ള മോട്ടറുണ്ട്. അതിനെക്കുറിച്ച് അത് വയ്ക്കുമ്പോൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് കൂടെ വരുന്ന ഒരു വെൻ്റാണ്. ഇത് പല സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെൻ്റ് ഫുഡ് വാൽവ് ആണോ എന്ന്. ഇതിന് ഫുഡ് വാൽവ് എന്നൊരു സംഭവം തന്നെ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഫുഡ് വാൽവ് ഇല്ല ഇതിന്. ഫുഡ് വാൽവ് ഇല്ലാത്ത മോട്ടറാണ് ഇത്. നമ്മൾ ഈ സബ്മേഴ്സിബിളിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ കേരയുടെ ഒറിജിനൽ മോട്ടറിൻ്റെ കളർ. ഇതായിരിക്കും. ഫുൾ ബ്രാസ് ഇമ്പളറായിരിക്കും. ബ്രാസ് ഇമ്പളറാണ് ഇതിൻ്റെ അകത്ത്. ബ്രാസ് ഇമ്പളറാണ്. ഏതൊരു മോട്ടർ നമ്മൾ ഇറക്കുന്നതിന് മുമ്പും ഈ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മോട്ടർ സ്റ്റക്കായി നിൽക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫൈനലൈസ് ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ ഇമ്പലർ കയറി ടൈറ്റായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ നമ്മളതൊന്ന് കറക്കി ഫ്രീ ആയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം നിറച്ചതിന് ശേഷമൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഇത് ഇറക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന വയർ, ഇത്രയും വയറുണ്ടാവും. പിന്നീട് ഈ ഒരു ഗാർഡ്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഓറിങ്ങിൻ്റെ ഗാർഡൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. അശ്രദ്ധയാണ് നമ്മളെ പല കാര്യങ്ങളിലേക്കും പല നഷ്ടത്തിലേക്ക് നീക്കുന്നത്. അപ്പോൾ അശ്രദ്ധയൊന്നും പാടില്ല, കൃത്യമായിട്ടും ചെയ്യുക. പിന്നെ ഞാനിതിൻ്റെ കൂടെ വാങ്ങിയത് നോൺ റിട്ടേൺ വാൽവാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ദൂരം കൂടുന്തോറും തിരിച്ച് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സും കൂടും. അപ്പം നമ്മൾ ദൂരം കൂടുന്ന ഭാഗങ്ങളിൽ ഈ ഒരു മോട്ടറിൻ്റെ സെക്ഷനിൽ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചിറങ്ങുന്ന വെള്ളത്തിൻ്റെ ആ അളവ് വളരെ കുറയും. അപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങാതിരിക്കുന്ന നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ വെള്ളം കുറയുവാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ ആ വെള്ളം എല്ലാം കൂടെ അടിച്ച് കലക്കി വളരെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അതുകൊണ്ട് ഇത് വെക്കുന്നത് വളരെ നല്ലതാണ്. ബോർവെല്ലിൻ്റെ അകത്ത് വെച്ചാൽ ചില സഹോദരന്മാർ ബോർവെല്ലിൻ്റെ അകത്ത് വെക്കാറില്ല. ബോർവെല്ലിൻ്റെ അകത്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 300 അടി 400 അടിയൊക്കെ ബോറിൻ്റെ അകത്ത് അത്രയും പൈപ്പ് പൊക്കിയെടുക്കാൻ, വെള്ളത്തോട് കൂടി പൊക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കരയിലായിരിക്കും ഇത് വെക്കുന്നത്. പക്ഷേ നമ്മുടെ ഓപ്പൺ വെല്ലിൻ്റെ അകത്ത് ഇത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. മോട്ടറിൻ്റെ ലൈഫിനും അത് വളരെ ഗുണകരമാണെന്നാണ് എൻ്റെ ഒരു റിസൾട്ട്. അത് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് വെക്കാം, ഇല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാതിരിക്കാം. ഓക്കെ. ഇതിൻ്റെ കൂടെ ഒരു വെള്ളം ഒഴിക്കുന്ന ഒരു ഇതുകൊണ്ട് പിന്നെ നമ്മൾ ഹോസ് ഹോൾഡർ, ഇത് ഹോസാണ് ഇവിടെ വയ്ക്കുന്നത്. പിന്നെ കേബിൾ
കേബിൾ ടൈ ഇത് ചുറ്റി കെട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് ഈ ഇൻസ്റ്റാളിങ്ങിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം. ഇനിയിപ്പോൾ നമുക്ക് ഇത് റീസെറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ടഫ്ലോൺ ടേപ്പ് ചുറ്റി നമ്മൾ ഒരു ടഫ്ലോൺ ടേപ്പ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ബെൻഡ് ഊരി വരാതിരിക്കാൻ മാത്രം ടഫ്ലോൺ ടേപ്പ് ചുറ്റി. ഇത് ഫുഡ് വാൽവ് ഒന്നുമല്ല, അത് ഫുഡ് വാൽവ് എന്നൊരു സംഭവം തന്നെ ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഇത് വെക്കുന്ന പൊസിഷൻ ഞാൻ പറഞ്ഞുതരാം. പല സഹോദരന്മാരും പല രീതിയിലായിരിക്കും ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വെക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ തന്നെയാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വെള്ളം ഇല്ലാതെ ഈ മോട്ടർ ഓടുകയാണെങ്കിൽ, വെള്ളം ഇല്ലാതെ ഈ മോട്ടർ കിണറ്റിൽ ഒരു പക്ഷേ വെള്ളം കുറഞ്ഞ് വെള്ളം തീർത്തും എവിടെയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഇല്ലാതെ ഓടുകയാണെങ്കിൽ ഈ ഒരു ബെൻഡ് ഇങ്ങനെ ഇരിക്കുകയോ താന്നിരിക്കുകയോ ചെയ്താൽ സംഭവിക്കുന്ന ആ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്ന ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒഴിക്കുന്ന കൂളിംഗ് വാട്ടർ, ആ കൂളിംഗ് വാട്ടർ ഇതങ്ങ് ചൂടാവും. ഇതിൻ്റെ അകത്ത് ചൂടായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുന്ന കൂളിംഗ് വാട്ടർ അത് ആവിയായിട്ട് വെളിയിലോട്ട് പോകും. പിന്നീട് അടുത്ത 5 മിനിറ്റിൻ്റെ അകത്ത് മോട്ടർ കത്തും. മോട്ടറിൻ്റെ റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും എല്ലാം കത്തി പരസ്പരം ഒട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴോട്ടുള്ള വെള്ളം എപ്പോഴും ഈ മോട്ടർ കൂളിംഗായിട്ട് വെള്ളത്തിൽ തന്നെ കിടക്കും. മുകളിലേക്ക് വെള്ളം കയറുകയില്ല എന്നത് ഒഴിച്ച് ഈ മോട്ടറിൻ്റെ സേഫ്റ്റിയെ ബാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലൂ ബെൻഡ് വയ്ക്കുന്ന സഹോദരന്മാർ ചരിച്ച് വയ്ക്കാതെ നൂത്ത് തന്നെ വെക്കണമെന്ന് ആണ് കമ്പനി തന്നെ അങ്ങനെയാണ് അത് ആവശ്യപ്പെടുന്നത്. ഞാനും പണ്ടത് വെച്ച സമയത്ത് ചരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഈ മോട്ടറിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ വെച്ച് കൊടുക്കാൻ പാടില്ല. നേരെ തന്നെ ഈ ഒരു അളവിന് തന്നെ വെക്കുക. അപ്പോൾ ഈ വൈൻഡിങ്ങിൻ്റെ സെക്ഷനിൽ എപ്പോഴും വെള്ളം കിണറ്റിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത് കൂളിംഗായിട്ട് കിടക്കും, മോട്ടർ കത്തത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഈ രീതിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 രീതിയിൽ ഇതിനെ സമീപിക്കാം. ഒന്ന്, ഈ ഒരു തുറന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അടയ്ക്കാതെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കയറി ഇറങ്ങി കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ മോട്ടർ കത്തത്തില്ല. ഒരിക്കലും ഈ മോട്ടർ കത്തത്തില്ല. ഇപ്പോൾ വൈൻഡിങ്ങിന് വരുന്ന മോട്ടറുകൾ അധികവും ഞാൻ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. തുറന്നും കിട്ടേക്കും ഫുള്ള് വെള്ളം ഒഴിച്ച് കിണറ്റിൽ വെള്ളം ഒഴിച്ച് ഈ വെള്ളം കയറി ഇറങ്ങി കിടക്കും. മോട്ടർ ഒരിക്കലും കത്തിപ്പോകത്തില്ല. അതായത് വെള്ളം കുറഞ്ഞ, ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ വെള്ളം കുറഞ്ഞ രീതിയിൽ ഇത് കത്തിപ്പോകത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മളിത് അടയ്ക്കുന്നുണ്ട്. എന്തായാലും അത് ഒരു കമൻറ്റിലൂടെ ഒന്നും ട്രോൾ ചെയ്യരുത് ഇനി ആരും. അപ്പോൾ അത് എൻ്റെ ശൈലിയാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നെങ്കിൽ ഫോളോ ചെയ്യാം, വിടുക. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ നോൺ റിട്ടൺ വാൽവ് എങ്ങനെ വെക്കാം, ഇതെങ്ങനെ ഇറക്കാം, ഈ വയറിൻ്റെ കണക്ഷൻ എങ്ങനെ ചെയ്യാമെന്നൊക്കെ നോക്കാം. ഇതൊരു ജെറ്റ് അഡാപ്റ്റർ. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഈ ഒരു ആരോ മുകളിലേക്ക് തന്നെ ഇരിക്കണം കൃത്യമായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹോസ് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതാണ് നോൺ റിട്ടൺ വാൽവ്, NRV വാൽവ് എന്ന് പറയും. നോൺ റിട്ടൺ വാൽവ് ഇത് ബ്രാസാണ്. നമ്മളിത് സെക്ഷനിലാണ് വയ്ക്കുന്നത്. പല സുഹൃത്തുക്കളും പല രീതിയിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട്, മുകളിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മുകളിൽ വെച്ചാൽ ഇത്രയും എൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. താഴെ ആയതുകൊണ്ടാണ് ഇത്ര റിസൾട്ട് കിട്ടുന്നത്. അപ്പം മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം നമ്മൾ ഈ കിണറ്റിൻ്റെ ആഴത്തിൻ്റെ മുകളിൽ കിണറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ അത്രയും വെള്ളം തിരിച്ചിറങ്ങുമ്പോൾ വെള്ളം കുറയുന്ന അവസരത്തിൽ വെള്ളം കലങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ വെള്ളം കലങ്ങത്തില്ല. എത്രയും വെള്ളമല്ലേ ഇതിൻ്റെ അകത്തുനിന്ന് തിരിഞ്ഞിറങ്ങത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജെറ്റ് അഡാപ്റ്ററാണ്. ഈ ജെറ്റ് അഡാപ്റ്റർ ഇതിൻ്റെ അകത്ത് പിരി കയറിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സോൾവെൻറ്റ് ഇത്തിരി ഒന്ന് ചാലിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ത്രെഡ് ഒന്ന് തെളിയിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് തെളിയിച്ചെടുത്തിട്ട്
നല്ല ഇങ്ങനെ അത് 1-2 വട്ടം അങ്ങോട്ട് ആക്കിയിട്ട് തെളിയിച്ചെടുത്തിട്ട് ഷെല്ലാക്കൊന്നും വെക്കേണ്ട. ഈ ഒരു ടഫ്ലോൺ തന്നെ ധാരാളം. കാരണം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എയർ പിടിക്കുന്നൊന്നും പേടിക്കണ്ട, അങ്ങനെ ഒരു സംശയമേ വേണ്ട. അങ്ങനെയുള്ളൊരു മോട്ടറും അല്ല ഇത്. എയർ പിടിത്തം, ഫുഡ് വാൽവ് ചോർച്ച അതൊന്നും ഇതിൻ്റെ അകത്തില്ല. ഓൾറെഡി നേരിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ സക്ഷനിലേക്ക് നമ്മുടെ ടാങ്കിലേക്ക് പിന്നെ വെള്ളം എത്തിക്കുന്ന ഒരു പമ്പാണിത്. ഇങ്ങനെ ഊരി വരാതെ ഇവിടെ MD ഇടുന്നത് ഒഴിവാക്കുക. കാരണം പറഞ്ഞാൽ MD ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും നമ്മളിങ്ങനെ ഒരു പക്ഷേ ഇതിൻ്റെ കയറൊക്കെ പൊട്ടിയിട്ട് നമ്മൾ പൊക്കിയെടുക്കാൻ ഈ പൈപ്പിൻ്റെ അകത്ത് വേണമെങ്കിലും പൊക്കിയെടുക്കാം. അതുകൊണ്ട് MD ഇടുന്നത് പിന്നെ ഒഴിവാക്കുക. അത് ഇവിടെ ഈ സെക്ഷനിൽ ഇതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു തുണ്ട് പൈപ്പും കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രീതിയിലും ചെയ്യാം. ഈ MD ഇല്ലാതെ 2 ജെറ്റ് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു MD ഇട്ടിട്ട് ഇവിടെ ഒരു ഭാഗത്ത് ഹോസ് ഹോൾഡറിൻ്റെ ഒരു ഭാഗം കയറ്റിയിട്ട് ഹോസ് കയറ്റുമ്പോൾ അതിങ്ങനെ ഈ ഒരു ഫിറ്റിങ്സ് ആയിരിക്കും വരുന്നത്. പൈപ്പാണ് മേളിലോട്ടുള്ളതെങ്കിൽ നമുക്കിതുപോലുള്ളൊരു പിന്നെ ജെറ്റ് അഡാപ്റ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ആരോ മേളിലോട്ടിരിക്കണം. ഇതിപ്പോൾ ഓസാണ് നമ്മൾ ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഓസ് കൃത്യമായിട്ടും കിടത്തി വയ്ക്കുക. ഓസിൻ്റെ ഈ ഒരു ക്ലിപ്പ് അത് കയറ്റിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പിന്നീട് ഇടാൻ വലിയ പാടായിരിക്കും. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഊരി വരാതിരിക്കാനാണ്. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കെട്ടേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞു പോകത്തില്ലെന്നാണ് വിശ്വാസം. ഇത്രയുള്ളൊരു ഇതാണ് ഓസ് ഹോൾഡറിൻ്റെ അകത്ത്. നമ്മൾ ഈ ഓസ് നല്ല കട്ടിയുള്ള ഓസാണ്, റിംഗ് ഓസ് അല്ല, ഫ്ലെക്സിബിൾ ഓസാണ്. ഇതിൻ്റെ അകത്ത് കയറ് കെട്ടുന്നതും കൂടെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു 2 റിങ് ഉണ്ടാവും. പല ആൾക്കാർ ഈ കയറ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന റിങ്ങാണ് എന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കയറ് കെട്ട് ആണ് എന്ന് ലക്ഷ്യമെങ്കിൽ നമ്മൾ ഇതിലേക്കൂടെ കയറ്റിയിട്ട് ഇവിടെ തന്നെ തൂക്കാതിരിക്കാം. ഇതിവിടെ തന്നെ തൂക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് കാലക്രമേണ ഇത് നല്ലതല്ലെങ്കിൽ ഇതിൻ്റെ ഈ റിങ്ങെല്ലാം പൊടിഞ്ഞ് ഈ കയറ് മേലോട്ട് വരും. അപ്പോൾ നമുക്ക് മോട്ടർ മേലോട്ട് പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നിന്ന് വേണം ഇതിലേക്കൂടെ ഈ ഒരു ചുറ്റ് ഇതിലേക്കൂടെ എടുക്കുക. എടുത്തതിന് ശേഷം മാത്രമേ അത് കൃത്യമായിട്ട് വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹെഡിൽ കൂടി വലിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരിക്കലും പോകാത്തത് കൊണ്ട് നമ്മളിത് മോട്ടർ സേഫ്റ്റിയായിട്ട് പല കിണറ്റിലും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ 2 ഇതും പൊടിഞ്ഞു പോയിട്ട് അവസാനം മോട്ടർ നമുക്ക് വയറിൽ പിടിച്ച് വലിച്ച് പൊക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്കൂടെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോയാലും നമുക്കിത് സേവായിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് ഈ കയറ് കെട്ടുന്നതിൻ്റെ അകത്തുള്ളൊരു രീതി. അപ്പോൾ കയറിങ്ങനെ നമ്മൾ നൈലോൺ കയറൊക്കെ കിട്ടും. ഇതിവിടെ കിടന്ന കയറാണ്. ഈ ഓസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളതാണ്. നേരത്തെ ഒരു മോട്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കത്തിപ്പോയതാണ്. അതിന് ശേഷമാണ് ഈ ഒരു മോട്ടർ നമ്മൾ ഇന്നിപ്പം ഇടുന്നത്. എന്നിട്ട് ഇനി കയറ് കെട്ടുന്ന ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ ചേർത്ത് കയറ് കെട്ടുക. ഇവിടെ കൂടെ നൈലോൺ കയറ് കെട്ടും. ഇപ്പം പൊടിയാത്ത കയറ്, ഇത് പൊടിയുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും വെള്ള കയറ് നൈലോൺ കയറ് കിട്ടുമ്പോൾ അത് നല്ലതാണ്, ഒരിക്കലും പൊടിയത്തില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ കമ്പനി കേരയുടെ മാസ്റ്റർ കേര ആയതുകൊണ്ട് ഇതിൻ്റെ കേബിള് നമുക്ക് 1.5-ൻ്റെ 3 കോർ വയർ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഒരു 10 മീറ്റർ ഓളം ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഈ നമ്മുടെ ബ്രാൻഡഡ് ബാക്കിയുള്ള കമ്പനികളൊന്നും ഒരു 2 മീറ്റർ കൂടെ തരത്തില്ല. ഇതൊരു 10 മീറ്ററോളം കിട്ടുന്നുണ്ട്. ബാക്കി നമുക്ക് വയർ വാങ്ങിയാൽ മതി. പാനൽ ബോർഡ് വരെയുള്ള വയർ വാങ്ങിയാൽ മതി. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പഴയ മോട്ടറിൻ്റെ കേബിളിവിടെ കിടപ്പുണ്ടായിരുന്നു. അതും 1.5-ൻ്റെ വയറാണ്. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ജോയിൻറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. അതും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. നമ്മളിത് വ്യത്യസ്ത രീതിയിലാണ് മുറിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ നമ്മൾ ഒരേ രീതിയിൽ മുറിച്ച് ഒരേ രീതിയിൽ കണക്ഷൻ അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇൻഡക്ഷൻ ഉണ്ടാവും പരസ്പരം.
അപ്പോൾ ELCBയും മറ്റുള്ള ബ്രേക്കറൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് ആദ്യം നമ്മൾ ഇടുമ്പോൾ ഒന്നും കുഴപ്പം കാണത്തില്ല. 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവിടെ നനവ് ഉള്ളത് കൊണ്ട് പരസ്പരം ഇൻഡക്ഷൻ മൂലം ഈ ELCB ട്രിപ്പാവും. അപ്പോൾ നമുക്ക് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് നമ്മൾ വിചാരിച്ച് മോട്ടർ വെളിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ അടിക്കുന്ന സമയത്ത് നനവുള്ള ഭാഗത്ത് കണക്ഷൻ പോകുന്നത് ഇത് വ്യത്യസ്തമായ അളവിൽ ഒന്നിവിടെ ആണെങ്കിൽ ഒന്ന് അപ്പുറത്ത്, അപ്പോൾ ഈ ഒരു പരസ്പരം ഇൻഡക്ഷൻ വരാത്ത രീതിയിൽ വേണം ജോയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മോട്ടർ വയ്ക്കാൻ എളുപ്പമുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.